ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് ചനാ ഭട്ടൂര ഉണ്ടാക്കാനുള്ള പരിപാടി. ഭട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതപ്പോൾ മൈദ 1 കപ്പ്, പിന്നെ തൈര് എത്ര എടുത്തിട്ടുണ്ട്, പിന്നെ റവ വേണം നമുക്ക്, വെള്ളം, ഉപ്പ്. അതിപ്പോൾ ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഉപ്പ്, പഞ്ചസാര, ബേക്കിംഗ് പൗഡറാണ്. ഉപ്പ് വേണമെങ്കിൽ എക്സ്ട്രാ ഇടാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതപ്പോൾ മൈദ ഇട്ടു, റവ ആവശ്യത്തിന്, ബേക്കിംഗ് പൗഡർ, പിന്നെ ഉപ്പും ഷുഗറും ഇടാം. ഇട്ടു. ഇനി നമുക്ക് ആവശ്യമുള്ള നല്ലോണം ഒന്ന് ഇളക്കുക എല്ലാം കൂടിയിട്ട്. ഓക്കെ, എടുത്തു വെച്ച തൈര് ഒഴിച്ചു. കൈ കൊണ്ട് മിക്സ് ചെയ്യണം. ജസ്റ്റ് ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച്. ബാക്കി തൈരിലേ അങ്ങോട്ട് കുഴച്ചെടുത്താൽ നന്നായിരിക്കും. മേലെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് 2 hours അടച്ച് വയ്ക്കാം. ഓക്കെ, 2 hours കഴിയട്ടെ, എന്നിട്ട് എടുക്കാം. ചൂരയ്ക്കൊരു കറി, ചന്ന മസാല. അപ്പോൾ നമ്മൾ കടല തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉപ്പിട്ട് മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാം. വെള്ളമൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതപ്പോൾ കടല വെന്തു. നമുക്കിനി ചന്ന മസാലയ്ക്കുള്ള എണ്ണ ഒഴിച്ചു. വേണ്ട, കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി. ഇനി ഉള്ളി ഇട്ടു, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കാളി അരച്ചത്, ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ്, ചന്ന മസാല ഞാൻ വീട്ടിൽ പൊടിച്ചതോട്ടോ, ജീരകവും മുളകും എല്ലാം അതിലുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ല യോജിക്കുന്നവരെ മിക്സ് ചെയ്യുക. അരപ്പിൻ്റെ വെള്ളം മല്ലിയിലിട്ടിട്ട് 5 minutes കൂടി അടച്ചു വയ്ക്കാം. നമ്മുടെ ഭട്ടൂരയുടെ മാവ് നന്നായി പൊന്തി വന്നു. കണ്ട, മസാല റെഡി. ഭട്ടൂര ഉണ്ടാക്കുന്നത് നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനി എണ്ണയിൽ ചുട്ടെടുക്കുക. ചുവന്ന് കണ്ട, ഇങ്ങനെ വരണം. അപ്പോഴാണ്, അതാണ് 2 hours വെക്കണം നമ്മൾ. ഇങ്ങനെ പൊള്ളച്ച് വരണം ഭട്ടൂരയ്ക്ക്. നല്ല ഒരു അധികം വെള്ളാവാനും പാടില്ല. പൂരിയുടെ കാളും കുറച്ച് വലുതായിട്ട് നമ്മൾ പരത്തണം. ഭട്ടൂര ചന്ന മസാല റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ലഞ്ച് ഇന്ന് ഇതാണ്. ഓക്കെ.